ഹായ്. പൊതുവേ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് PMC എന്ന് പറയുന്നത്. ഇതിപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന ഒരു കേസാണ്. PMC സർവീസ് എന്ന് പറഞ്ഞാൽ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റ് എന്ന് പറയും. എന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ അതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കൂടുതൽ NRIസിനാണ് അത് വർത്തായിട്ട് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ NRI ഒരു ക്ലയൻറ്റിന് അവരിവിടെ ഒരു വീട് പണിയുകയാണെങ്കിൽ ആ വീട് പണിയുന്ന പ്രോപ്പറായിട്ടാണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു എൻറ്റിറ്റിക്ക് നമ്മൾ കൊടുക്കുന്നതാണ്. ഈ PMC എന്ന് പറയുന്നത് ചെയ്യുന്ന ഒരു കമ്പനിക്ക് നമ്മൾ കൊടുക്കും. അപ്പോൾ അവർ വന്ന് ചെക്ക് ചെയ്യും ഈ പറയുന്ന കമ്പനി ചെയ്യുന്ന വർക്കുകളെല്ലാം കറക്റ്റാണോ. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാനൊരു കൺസ്ട്രക്ഷൻ ചെയ്യാനൊരു എക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ഞാൻ വർക്ക് കൊടുത്തു. ഈ എക്സ് എന്ന് പറയുന്ന കമ്പനി വർക്ക് ചെയ്യുന്നതെല്ലാം പ്രോപ്പറായിട്ടാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ Y എന്ന് പറയുന്ന ഒരു PMC കമ്പനിക്കും കൊടുത്തു. ഓക്കെ, ഈ Y എന്ന് പറയുന്ന കമ്പനി ചെക്ക് ചെയ്യും ഈ എക്സ് എന്ന് പറയുന്ന കമ്പനി പ്രോപ്പറായിട്ടാണോ, പറഞ്ഞ മെറ്റീരിയലാണോ യൂസ് ചെയ്യുന്നത്, പേയ്മെൻറ്റ് സ്റ്റേജുകളും കാര്യങ്ങളും എല്ലാം ഓവറായിട്ട് പോകുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ Y എന്ന് പറയുന്ന കമ്പനി ചെക്ക് ചെയ്യും. ഈ Y എന്ന് പറയുന്ന കമ്പനി അഷ്വർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ക്ലയൻ്റ് എന്ന് പറയുന്ന ഞാൻ എക്സ് എന്ന് പറയുന്ന കമ്പനിക്ക് സ്റ്റേജ് വൈസ് പേയ്മെൻറ്റുകൾ പോവുള്ളൂ. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിളാണ്, കുറച്ചുകൂടെ ഗ്യാരൻറ്റീഡാണ് നമ്മുടെ വർക്ക് ചെയ്യുന്ന പ്രോപ്പറാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ പൊതുവേ നിങ്ങൾക്കൊരു ചോദ്യം വരും, കാരണം വെച്ചാൽ അപ്പോൾ നമ്മൾ രണ്ട് കമ്പനിക്ക് പേയ്മെൻറ്റ് ഒരുപാട് കൊടുക്കേണ്ടി വരത്തില്ല, അപ്പോൾ നമുക്കൊരു ഓവർ എക്സ്പെൻസ് വരത്തില്ല എന്നൊക്കെയുള്ള. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല. കാരണം നിങ്ങളൊരു PMC കമ്പനിക്ക് നിങ്ങൾ വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി PMC സർവീസ് ചെയ്യുന്നവരുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളെ പ്രോഫിറ്റബിളായിട്ട് കൺസ്ട്രക്ഷൻ തീർക്കുക എന്നുള്ളത്. ഇപ്പം ലൈക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ഒരു വർക്ക് ചെയ്യുവാണ്. ഇപ്പം ഞാൻ ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആൾ എന്നോട് പറയുകയാണ്, ഞാൻ ഒരു എക്സ്ട്രാ വർക്ക് പറഞ്ഞെന്ന് വെച്ചു. അപ്പോൾ എക്സ്ട്രാ വർക്ക് ചെയ്യുന്ന സമയത്ത് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആൾ പറയുകയാണ് അതിന് ഒരു 3 ലക്ഷം രൂപ എക്സ്ട്രാ വർക്ക് ചെയ്യുന്നതിന് കോസ്റ്റ് വരും എന്നുള്ളത്. അപ്പം ഞാൻ ഈ ഫീൽഡിലുള്ള അല്ലാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല അതിന് 3 ലക്ഷം വരുമോ, 5 ലക്ഷം വരുമോ, 10 ലക്ഷം വരുമോ എന്നുള്ളത്. അപ്പോൾ ഞാനതൊരു PMC സർവീസായിട്ടുള്ള ഒരു ടീം ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അവർ അതിൻ്റെ വാല്യൂ കാർട്ട് പറയും, ഇത് ചെയ്യുന്നതിന് ടോട്ടൽ ഇത്ര കോസ്റ്റേ വരുന്നുള്ളൂ ഇൻക്ലൂഡിങ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു എമൗണ്ട് കൊടുത്താൽ മതി. ഇപ്പം അവർ ചെയ്യത്തില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ PMC സർവീസുമായിട്ട് ഡയറക്റ്റ് കോർഡിനേറ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ അവർ തമ്മിൽ കോർഡിനേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായാലും അവർ ഈ പറയുന്ന റേറ്റ്, കാരണം PMC ചെയ്യുന്ന ആളും ഈ ഫീൽഡിലുള്ള ആൾ തന്നെയാണല്ലോ, അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ കുറച്ചുകൂടെ ഫ്ലെക്സിബിളായിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ സേവ് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഒരു PMC സർവീസ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ പോയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 1 CR പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അറൗണ്ട് ഒരു 10 lakhsോളം നമുക്ക് പ്രോഫിറ്റബിളായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ 10 lakhsോളം നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ PMC സർവീസ് എപ്പോഴും വർക്ക് ചെയ്യുന്നത്. അപ്പം അവരുടെ സർവീസ് കോസ്റ്റും കാര്യങ്ങളും വരുന്നതെന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന വർക്കിനും ബേസ് ചെയ്ത് മാത്രമേ അവർ കോസ്റ്റ് എപ്പോഴും ചെയ്യത്തുള്ളൂ. സോ PMC സർവീസിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഞങ്ങളൊന്ന് വിളിച്ചാൽ മതി. നമ്മുടെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് PMC സർവീസ് വർക്ക് ചെയ്യുന്നതെന്നും അതിൻ്റെ മെത്തേഡ് എങ്ങനെയാണെന്നും അത് എത്രത്തോളം ഫ്ലെക്സിബിൾ ആയിരിക്കും നിങ്ങൾക്ക് ചെയ്യുമ്പോഴൊന്നും നിങ്ങളുടെ കോസ്റ്റിനനുസരിച്ച് നിങ്ങൾക്കിപ്പോൾ ഒരു വീട് പണിയണമെന്നുണ്ടെങ്കിൽ പോലും നമുക്കത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എങ്ങനെ എന്ന് വെച്ചാൽ ഒരു കൺസൾട്ടൻ്റ് എന്നുള്ള രീതിയിൽ നമുക്കത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഒരു കൺസ്ട്രക്ഷൻ ചെയ്തു തരിക എന്നുള്ളതല്ല, നമ്മളൊരു കൺസൾട്ടൻ്റായിട്ട് നിന്ന് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വീട് ചെയ്ത് തീർക്കാം എന്നുള്ളത് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മളൊരു കൺസൾട്ടേഷൻ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.